ദൈവത്തിൻ്റെ പരിശുദ്ധനാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഈ ദൈവവചന പഠനവുമായി കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. വചനത്തിലുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുവാനും കർത്താവിനോട് കൂടുതൽ അടുക്കുന്നതിനുമായി ദൈവം നൽകിയിട്ടുള്ള എല്ലാ മുഖാന്തരങ്ങൾക്കായും ഞാൻ ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന ഈ എല്ലാ അവസരങ്ങളെയും തക്കത്തിൽ ഉപയോഗിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കാരണം നമുക്ക് മുമ്പിൽ ഇനി സമയം വളരെ ഇല്ല. ഉണർന്നിരിക്കേണ്ടവർ ഉറങ്ങിയാലുള്ള അവസ്ഥ, ജാഗരൂകരായിരിക്കേണ്ടവർ, അലർട്ടായിരിക്കേണ്ടവർ ഉറങ്ങിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മളിന്ന് കുറിവാക്യമായിട്ട് വായിച്ചത് റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 11 വാക്യമാണ്. ദി ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 13 വേഴ്സ് 11. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. വളരെ ഗൗരവത്തോടെ തന്നെ നാം കാണേണ്ട ഒരു വാക്യമായത്. നാം വിശ്വസിച്ച കർത്താവിനെ സ്വീകരിച്ച നാളുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അന്നത്തെ കാർഡിൽ ഇന്ന് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, അല്ലെങ്കിൽ നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസയാത്രയുടെ അവസാനം, ഇത് വളരെയധികം സമീപിച്ചിരിക്കുന്നു. നമുക്ക് എപ്പോൾ ഉണരണം എന്ന് നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീർന്നു. അതിൽ തന്നെ ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇനി അടുത്തത്, നമ്മൾ എന്ത് ധരിക്കണം? ഇന്ന് രാത്രി നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. നാം എന്ത് ധരിക്കണം? ആ വാക്യത്തിൻ്റെ തന്നെ 12-ാം വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. റോമൻസ് 13:12. രാത്രി കഴിവാറായി. അപ്പം രാത്രിയോട് ബന്ധപ്പെട്ടതാണ് ഉറക്കം, ഇരുട്ട്, അന്ധകാരം. ഇതൊക്കെ രാത്രി, ഇതൊക്കെ പാപത്തോട് ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ മോശമായ ജീവിത സാഹചര്യങ്ങളോട് ബന്ധപ്പെട്ടത്. ആമേൻ. കർത്താവിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യത്തോട് ബന്ധപ്പെട്ടത്. അപ്പോൾ രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. അപ്പോൾ നമ്മളോട് ധരിക്കാൻ പറയുന്നു. എന്ത് ധരിക്കാൻ പറയുന്നു? ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞിട്ട് നമ്മൾ വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കണം. ആമേൻ. 1 തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ 5-ാം അധ്യായം, 1 Thessalonians chapter 5 verse 5. അവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നു, നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. ആമേൻ. ദൈവ കൃപയിൽ കടന്നു വന്നവർ, യേശു കർത്താവിനെ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർ, കർത്താവിന് ജീവിതത്തിൽ മുൻഗണന കൊടുക്കുന്നവർ, കർത്താവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ ചുവടുകളും മുമ്പോട്ട് വെക്കുന്നവർ, അനുദിനമുള്ള പാപമോചനവും ശുദ്ധീകരണവും ജീവിതത്തിൻ്റെ മുഖമുദ്രയാക്കിയവർ, ജീവിതത്തിൽ ഒരു ലക്ഷ്യം മുമ്പിലുണ്ട് എന്നുള്ളതായ ശരിയായ അറിവോടും നിശ്ചയത്തോടും കൂടി വളരെ സൂക്ഷിച്ച് അവരുടെ ചുവടുകളെ വെക്കുന്നവർ, അവരുടെ ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിൽ പ്രേരിതനായി ധന്യനായ പൗലോസ് വിളിച്ചു പറയുകയാണ്, നിങ്ങളെല്ലാവരും ആരാണ്? നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. നിങ്ങൾ പകലിൻ്റെ മക്കളാണ്. എന്നിട്ട് അതിനോട് ചേർന്ന് പറയുന്നു, നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കുന്നു, ആകയാൽ നാം എന്ത് ചെയ്യണം? ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായും ഇരിക്കുക. ശേഷമുള്ളവരാരാ? ഈ ചിന്താഗതിയോട് ജീവിക്കാത്തവർ, ജീവിതത്തിൽ തങ്ങൾ ആരാണെന്നും തങ്ങൾ എന്തിനവിടെ വന്നതെന്നും തങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നും ഉള്ള ആ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവർ, കർത്താവിനെ മുൻനിർത്തി ജീവിതം ചെയ്യാതെ മറ്റു പലതിൻ്റെ പുറകെ ഓടി നടക്കുന്നവർ, ഈ ലോകത്തിൻ്റെ പുറകെ പോകുന്നവർ, സ്ഥാനമാനങ്ങളുടെ പുറകെ പോകുന്നവർ, ഈ ലോകമാണ് ജീവിതം, ഈ ലോകത്തിലുള്ള ജീവിതമാണ് എല്ലാമെന്ന് വിചാരിച്ച് മുമ്പോട്ട് പോകുന്നവർ. 1 Corinthians 15-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്,
നാം ഈ ആയുസ്സിൽ മാത്രം കർത്താവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു, ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ നാം സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. അപ്പോൾ ഇവിടെ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, നാം വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാണ്, രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ശേഷമുള്ളവരെ പോലെ, ഈ ലോകത്തിൽ അങ്ങനെ ജീവിക്കുന്നവരെ പോലെ, രാത്രികളിൽ ജീവിക്കുന്നവരെ പോലെ, രാത്രിയെ മറവാക്കി പല ദുഷ്ടകൃത്യങ്ങളും പല മോശമായ കാര്യങ്ങളും ചെയ്യുന്നവരെ പോലെ, അന്ധകാരത്തെ മറവാക്കിക്കൊണ്ട് പല അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പോലെ, അന്ധകാരത്തിൻ്റെ മറവിൽ അനീതിയും അധർമ്മവും വഞ്ചനയും കാവട്യവും ഒക്കെ കാണിക്കുന്നവരെ പോലെ, ദൈവത്തിന് യാതൊരു മുൻതൂക്കവും കൊടുക്കാതെ ദൈവിക പ്രമാണങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിതം കഴിക്കുന്നവർ, അവരാണ് ശേഷമുള്ളവർ. ആ ശേഷമുള്ളവർ എന്ത് ചെയ്യുന്നു? അവര് ഉറങ്ങുകയാണ്. എന്തുറക്കം? അവർ ആത്മീകമായി ഉറക്കത്തിലാണ്. ആമേൻ. നമ്മളോട് പറയുന്നു, ശേഷമുള്ളവരെ പോലെ നിങ്ങൾ ഉറങ്ങാതെ ഉണർന്നും സുബോധമായും ഇരിക്കുക. എന്നിട്ട് പറയുന്നു, ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു. രാത്രിയിൽ ഉറങ്ങണം. ശാരീരികമായിട്ട് ചിന്തിക്കുമ്പോൾ രാത്രി നമുക്ക് ഉറക്കം വേണം. പകൽ നമുക്ക് ഉറക്കം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ രാത്രി ഉറക്കം വേണം. ആമേൻ. ഇവിടെ പറയുന്നത് നാം പകലിൻ്റെ മക്കളാ, നാം വെളിച്ചത്തിൻ്റെ മക്കളാ. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളണം. സിൻഫുൾ വർക്ക്സ് എല്ലാം നൈറ്റിനോട് ബന്ധപ്പെട്ടതാണ്, രാത്രിയോട് ബന്ധപ്പെട്ടതാണ്. രാത്രിയുടെ മറവിലാണ് എല്ലാം നടക്കുന്നത്. കർത്താവ് പറയുന്നു, ഇതെല്ലാം വെച്ച് കളക, ഇതെല്ലാം ഊരിക്കളക. അതിൻ്റെ പുറത്ത് മറ്റൊരു വസ്ത്രത്തെ ഇടാനല്ല പറഞ്ഞത്. ആ വസ്ത്രം മാറ്റിയിട്ട് പകലിൻ്റെ വസ്ത്രം, വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. ആമേൻ. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരുമ്പോലെ തന്നെ കർത്താവിൻ്റെ നാൾ വരുന്നു നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവതുമല്ല. എന്നാൽ സഹോദരങ്ങളെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. എന്നിട്ടാണ് നമ്മൾ അടുത്ത് വായിച്ചത്, നിങ്ങളെല്ലാവരും ആരാ പിന്നെ? നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു, രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. അപ്പോൾ രാത്രി എന്ന് പറയുന്നത് പാപത്തോട് ബന്ധപ്പെട്ടതാണ്, അനാശാസ്യ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ടതാണ്. രാത്രി എന്ന് പറയുന്നത് വളരെയധികം മോശമായ ജീവിത സാഹചര്യങ്ങളോട് ബന്ധപ്പെട്ടതാണ്. കള്ളന്മാർ രാത്രിയിലാണ് വരുന്നത്. റോബറി, ഡെക്കോയിറ്റി, തീവ്സ് വരുന്നത്. അതുപോലെ തന്നെ നൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത്, രാത്രി എന്ന് പറയുന്നത് ജഡ്ജ്മെൻറ്റിനോട്, ന്യായവിധിയോട് ബന്ധപ്പെട്ടതാണ്. യോഹന്നാൻ്റെ 3-ാം അധ്യായത്തിൽ നിക്കോദെമോസിനോട് സംസാരിക്കുമ്പോൾ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, 19-ാം വാക്യം, ജോൺ 3:19, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ. കണ്ടോ, വെളിച്ചം ആരാണ്? യേശു കർത്താവാകുന്ന വെളിച്ചം. അവനിൽ വെളിച്ചമുണ്ടായിരുന്നു, ഇരുട്ട് ഒട്ടുമില്ലായിരുന്നു. അവൻ ആരാണ്? സത്യവെളിച്ചമാണ്. സത്യവെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. വെളിച്ചം ഈ ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഇരുട്ടിനെ സ്നേഹിക്കുന്ന മനുഷ്യർ, അവർക്ക് ന്യായവിധിയുണ്ട്. വെളിച്ചത്തെ സ്നേഹിച്ച് വെളിച്ചത്തെ അനുഗമിച്ച് വെളിച്ചമാകുന്ന കർത്താവിനെ അനുഗമിച്ച് കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യോഹന്നാൻ 3:20 നമ്മൾ വായിക്കുന്നു, തിന്മ പ്രവർത്തിക്കുന്നതിനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തെങ്കിലേക്ക് വരുന്നതുമില്ല. ആമേൻ. അപ്പോൾ ന്യായവിധി ഇരുട്ടിൻ്റെ വകയാണ്. ന്യായവിധിയുണ്ട്, പാപമുണ്ട്, കള്ളത്തരങ്ങളും കൊള്ളരുതായ്മകളും വഞ്ചനയും കാപട്യവും അധർമ്മവും അനീതിയും അന്യായവും, ഇതെല്ലാം ഇരുട്ടിനോട്, രാത്രിയോട് ബന്ധപ്പെട്ട് കിടക്കും.
നമ്മളിതിൽ നിന്നെല്ലാം ദൂരെയുള്ളവരാണ്. ആമേൻ. കർത്താവ് പറഞ്ഞല്ലോ, 16 വാക്യത്തിൽ നിക്കോദെമോസിനോട് തന്നെ പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു. 17 വാക്യം, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ആമേൻ. അപ്പോൾ നമ്മളോട് പറയുന്നു, ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ച് കളക, ഊരിക്കളക. ഡ്രസ്സ് ഊരുന്ന കാര്യമാണ് പറയുന്നത്. ഇരുട്ടിൻ്റെ ആ വസ്ത്രം ഊരിക്കളഞ്ഞ് വെളിച്ചത്തിൻ്റെ വസ്ത്രം എടുത്ത് ഇട്ടോളൂ എന്ന് പറയുക. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, എഫീഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 11, അതിൻ്റെ 6 തൊട്ട് വായിക്കാം. എഫീഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 6, വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണക്കേട്ടവരുടെ മേൽ വരുന്നു. അടുത്ത വാക്യം, നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. 8-ാം വാക്യം പറയുന്നു, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. 9-ാം വാക്യം, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്. അവയെ ശാസിക്കത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലെ ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. എന്നിട്ട് 14-ാം വാക്യത്തിൽ വളരെ ഗൗരവമായൊരു കാര്യമാണ് പറയുന്നത്. എഫെസ്യർ 5:14, അതുകൊണ്ട് ഉറങ്ങുന്നവനെ നീ ഉണരുക. എവിടെ നിന്ന് ഉണരണം? ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്നിരുന്നു. അപ്പോൾ ഈ ഉറങ്ങുന്നവരെവിടെ കിടക്കുന്നേ? ആത്മീകമായി മരിച്ചവരുടെ നടുവിൽ കിടക്കുകയാണ്. മരിച്ചവരുടെ നടുവിലാണോ നാം കിടക്കേണ്ടത്? നാം ജീവിക്കുന്നവരല്ലേ? കർത്താവിനോടുകൂടി ജീവിക്കുവാൻ ഇറങ്ങിത്തിരിച്ചവർ. യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. എന്നാൽ നാമോ ഇന്നു മുതൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. നാം ജീവനുള്ളവരാണ്. ജീവൻ്റെ തുടിപ്പ് നമ്മുടെ ഉള്ളിലുണ്ട്. ഞാൻ ഈ ഭൗതിക ജീവനെക്കുറിച്ചല്ല പറയുന്നത്, ഞാൻ ആത്മിക ജീവനെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. യേശു കർത്താവ് പറഞ്ഞു യോഹന്നാൻ 10:10, ജോൺ 10:10, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ആമേൻ. അപ്പോൾ ഉറങ്ങുന്ന നമ്മൾ എന്ത് ചെയ്യണം? ഉറങ്ങുന്നവർ ഉണരണം, എന്നിട്ട് എഴുന്നേൽക്കണം. എവിടെ നിന്ന് എഴുന്നേൽക്കണം? മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കണം. എന്നാൽ ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ, ഇങ്ങനെ ഇവയൊക്കെ അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുറ്റഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്ന് ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. ആമേൻ. നമ്മൾ വായിച്ച റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ തന്നെ താഴോട്ട് വായിക്കുമ്പോൾ ചില വാക്യങ്ങളുണ്ട്. അതുകൂടെ ഒന്ന് വായിച്ച് മുമ്പോട്ട് പോകാം. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കാം. വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ആമേൻ. നമ്മെ ലോകത്തിൽ കർത്താവ് ആക്കി വച്ചിരിക്കുന്നത്, കർത്താവ് നൽകിയ വെളിച്ചം അത് നഷ്ടപ്പെട്ടു പോകാതെ അതിനെ ജ്വലിപ്പിച്ചുകൊണ്ട് പ്രകാശിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ.
കർത്താവ് നമ്മളോട് പറഞ്ഞല്ലോ, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നിങ്ങളിൽ ഉള്ള വെളിച്ചം ഇരുളാകാതെ നിങ്ങൾ നോക്കണം. അപ്പോൾ നമ്മളോട് പറയുന്നു, ഇരുട്ടിൻ്റെ ആയുധവർഗം അഴിച്ചു വെക്കണം. എന്നിട്ട് പറയുന്നു, വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കണം. പുട്ട് ഓൺ ദി ആർമർ ഓഫ് ലൈറ്റ്. കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവവേദിലും, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവേദിലും കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന പടയാളികൾ, സോൾജിയേഴ്സിന് വെപ്പണില്ലാതെ ഫൈറ്റ് ചെയ്യാൻ സാധ്യമല്ല. കാരണം ശത്രു നമ്മേക്കാൾ വളരെ ബുദ്ധിയും കഴിവും ഒക്കെ ഉള്ളവനാണ്, തന്ത്രശാലിയാണ്. നമ്മൾ വളരെ സൂക്ഷിച്ച് നമ്മൾ ഉണർന്നിരിക്കണമെന്ന്, ഉറങ്ങുന്നവരാകരുത്, ഉണർന്നിരിക്കണം. ഉണർന്നിരുന്നാൽ മാത്രം പോരാ, ഉണർന്ന് ജാഗരൂകരായിട്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ മാറ്റിക്കളഞ്ഞിട്ട് വെളിച്ചത്തിൻ്റെ പ്രവൃത്തികളെടുത്ത് ധരിക്കണം. വെളിച്ചത്തിൻ്റെ വസ്ത്രം ധരിക്കണം. ആമേൻ. അത് നമ്മുടെ ഡിഫൻസിനായിട്ട്, നമ്മുടെ സ്വയരക്ഷയ്ക്കായിട്ട്, പ്രതിരോധത്തിനായിട്ട് നമുക്കത് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് വചനം നമ്മൾ പറയുന്നത്. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ വായിക്കുമ്പോൾ, ദ ബുക്ക് ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 10 ഓൺവേഡ്സ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിന് ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. 12-ാം വാക്യം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുകയും. അപ്പോൾ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളയണം, വെളിച്ചത്തിൻ്റെ സർവായുധവർഗം എടുത്ത് ധരിച്ചു കൊള്ളണം. അവിടെ വായിക്കുന്നുണ്ട് എഫെസ്യർ 6-ൽ, നിങ്ങൾ ആരൊക്കെ സത്യം കെട്ടണം, നീതി എന്ന കവചം ധരിക്കണം, സമാധാന സുവിശേഷത്തിൻ്റെ ഒരുക്കം കാലിന് ചെരുപ്പാക്കണം, ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുക്കാൻ തക്ക വിശ്വാസമെന്ന് പരിചയമെടുത്തുകൊണ്ട് നിൽക്കണം, രക്ഷ എന്ന ശിരസ്ത്രം തലയിൽ വെക്കണം, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാള് കൈക്കൊള്ളണം, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചും ഇരിക്കണം. ഹല്ലേലൂയ. നാം വസ്ത്രം ധരിക്കാതെയല്ല ഇരിക്കേണ്ടത്, വസ്ത്രം ധരിക്കണം. വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ നാം വെച്ച് കളയണം. വെളിച്ചത്തിൻ്റെ ആയുധവർഗം എടുത്ത് ധരിക്കണം. അതിനു മുമ്പ് നാം ഉണരേണ്ട ആവശ്യമുണ്ട്. നാം ഉറങ്ങിക്കിടന്നാൽ പറ്റത്തില്ല. എവിടെ നിന്ന് ഉണരണം? മരിച്ചവരുടെ ഇടയിൽ നിന്ന് നാം ഉണർന്ന് എഴുന്നേൽക്കണം. ആദ്യം ഉണരുക, എന്നിട്ട് നിങ്ങൾ കിടക്കുന്ന എവിടെയാണെന്ന് നോക്കുക. നിങ്ങൾ കിടക്കുന്ന മരിച്ചവരുടെ ഇടയിലാണെങ്കിൽ നിങ്ങൾ അവിടെ കിടക്കേണ്ടവരല്ല. അവിടെ കിടക്കാനല്ല ദൈവം നിങ്ങളെ വിളിച്ച്. അവിടെ എഴുന്നേൽക്കുക. എന്നിട്ട് കർത്താവ് തന്ന ആയുധവർഗം എടുത്ത് ധരിച്ച് പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ബലമുള്ളവരായി നിൽക്കാം. ഈ നാളുകളിൽ നമുക്കിത് വളരെയധികം അത്യന്താപേക്ഷിതമായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ വായിച്ചു, കർത്താവ് യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത്. ആമേൻ. നാം കർത്താവിനെ ധരിക്കുന്നവരായി മുമ്പോട്ട് പോകാം. പിശാചിൻ്റെ തന്ത്രം കൊണ്ട് നമുക്ക് എതിർത്ത് നിൽക്കാം. പിശാച് ബുദ്ധിമാനാണ്, തന്ത്രശാലിയാണ്. എങ്ങനെ എവിടെ നമ്മളെ തോൽപ്പിക്കാമെന്ന് പിശാചിന് നന്നായിട്ട് അറിയാം. പിശാചിന് സൂചി കുത്തുവാൻ പോലും ഇടം നാം കൊടുക്കാൻ പാടില്ല. വളരെ സൂക്ഷിച്ച് വളരെ ജാഗരൂകരായി നമുക്ക് ഈ ലോകത്ത് മുമ്പോട്ട് പോകാം. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. നാം ഉണർന്നിരിക്കുന്നവരായി മാറാം. ദൈവത്തിനുള്ളിൽ പ്രയോജനപ്പെടുന്നവരായി മാറാം. ആമേൻ. അപ്പോൾ നമ്മൾ കണ്ടു, നമ്മൾ എപ്പോൾ ഉണരണം, നമ്മൾ എവിടെ നിന്ന് ഉണരണം, നമ്മൾ എന്തിനു വേണ്ടി ഉണരണം. അടുത്ത് നമ്മൾ ഇന്ന് ചിന്തിച്ചത്, നമ്മൾ എന്ത് ധരിക്കണം. ഈ രാത്രി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ നീ
വെളിച്ചം ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച് വെളിച്ചമുള്ളവരായി വെളിച്ചത്തിൽ നടക്കേണ്ടതിനായി ഞങ്ങളെ ഈ ഭൂമിയിലാക്കി വെച്ചല്ലോ എന്ന് കർത്താവിനോട് പറയാം. അതുകൊണ്ട് നമുക്ക് വളരെയധികം കെയർഫുള്ളായിട്ട് ജാഗരൂകരായി ഈ നാളുകൾ ജീവിപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവ് നിങ്ങളേവരെയും ഈ രാത്രി സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.